തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ പതിവ് പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴണമെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പാതയാണ് പിന്തുടരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഒരു തരത്തിലുള്ള മതവിദ്വേഷവും നടത്താത്ത, മുസ്ലിം വിരോധിയല്ലാത്ത തന്നെ വർഗീയവാദി എന്ന് ചിലർ അധിക്ഷേപിക്കുന്നുവെന്നാണ് അദ്ദേഹം വിലപിക്കുന്നത്. എന്നാൽ അത്ര നിഷ്കളങ്കവും നിരുപദ്രവകരവുമാണോ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ? നാരായണ ഗുരുവിൻ്റെ പാതയാണോ വെള്ളാപ്പള്ളി നടേശൻ പിന്തുടരുന്നത്? വ്യത്യസ്ത സമുദായങ്ങൾക്കും മതങ്ങൾക്കുമിടയിൽ സാഹോദര്യവും മൈത്രിയും നിലനിൽക്കുന്ന മതനിരപേക്ഷ കേരളം സൃഷ്ടിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപം കൊണ്ട ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവും വഹിച്ച പങ്ക് വളരെ വലുതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ തന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നതായിരുന്നു ഗുരുവിൻ്റെ സങ്കല്പം. എല്ലാവരും ആത്മസഹോദരരല്ലോ എന്ന വിശാല മാനവിക ദർശനമാണ് ഗുരു ലോകത്തിന് സമ്മാനിച്ചത്. അപരനോട് വിദ്വേഷമല്ല, സാഹോദര്യവും സമഭാവനയുമാണ് വേണ്ടതെന്ന സന്ദേശത്തിന് കാലുഷ്യങ്ങൾ നിറഞ്ഞ ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്നാൽ ഗുരുവിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന SNDP യോഗ നേതൃത്വത്തിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, 30 വർഷമായി അദ്ദേഹമാണ് യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത 30ാം വാർഷിക ആഘോഷങ്ങൾ പലയിടത്തും നടന്നു. ഈ ആഘോഷങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം കുറച്ചു കാലമായി നടത്തിയ പരാമർശങ്ങളുടെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത്. ഇതിലെവിടെയെങ്കിലും ഗുരു സന്ദേശമായ സോദരത്വവും അപരപ്രിയവുമുണ്ടോ? താൻ മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മതസൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പടർത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. മാറാട് കലാപമുണ്ടാക്കി നിരവധി പേരെ കൊലപ്പെടുത്തിയത് ലീഗിന് പങ്കുണ്ടായിരുന്ന ഭരണത്തിലാണ് എന്നുകൂടി പറയുമ്പോൾ ആരോപണത്തിൻ്റെ ഗൗരവം ഇരട്ടിക്കുന്നു. അവിടെയും അവസാനിപ്പിക്കുന്നില്ല. UDF ഭരിക്കുമ്പോൾ എല്ലാ നേട്ടങ്ങളും മലപ്പുറത്തിനും മുസ്ലിം പ്രമാണിമാർക്കുമാണ് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന് മറ്റൊരു ആരോപണം. മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം ലീഗിനെയോ മറ്റേത് പാർട്ടിയെയോ വിമർശിക്കുന്നതിന് ആർക്കും അവകാശമുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് സമം മലപ്പുറം എന്ന സമവാക്യത്തിലേക്ക് അതിനെ ചുരുക്കുമ്പോൾ ലക്ഷ്യം ലീഗ് മാത്രമല്ല എന്ന് വ്യക്തമാണ്. താൻ മുസ്ലിം ലീഗിനെയാണ് എതിർക്കുന്നതെന്ന് പറയുമ്പോഴും മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പേടിക്കുന്നതും പേടിപ്പിക്കുന്നതും ആദ്യമല്ല. മലപ്പുറം ചിലരുടെ പ്രത്യേക രാജ്യമാണ് എന്നും സംസ്ഥാനമാണെന്നും അവിടെ മറ്റു സമുദായക്കാർ ശ്വാസം കിട്ടാതെ ഭയന്ന് ജീവിക്കുകയാണെന്നും കുറച്ച് മാസം മുമ്പ് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. ഇതിൽ എവിടെയാണ് ലീഗ് വിരുദ്ധത? ഒരു ജില്ലയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുതൽ ഉള്ളതിനാൽ അവിടെ മറ്റുള്ളവർ ഭയപ്പെട്ട് ജീവിക്കുന്നുവെന്ന് പറയുന്നത് തികഞ്ഞ വംശീയവാദമാണ്. അപരവിദ്വേഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇതിനെതിരെ പരാതി നൽകിയതിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പരാതികളിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല, പിന്നീട് നടന്ന സ്വീകരണങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ വാഴ്ത്തുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മലപ്പുറത്ത് നേടിയ വിജയം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നതിന് പിന്നിലും ലീഗ് വിരുദ്ധതയല്ല, മറിച്ച് മലപ്പുറം വേറിട്ട രാജ്യമോ സംസ്ഥാനമോ ആണെന്ന ദുരുദ്ദേശപരമായ വ്യാജ നരേഷൻ്റെ ആവർത്തനമാണ്. 1924 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരം ആലുവയിൽ നടന്ന സർവ്വമത സമ്മേളനത്തിന് കാരണമായത് 1921 മലബാർ കലാപമാണെന്ന വ്യാജവും സംഘപരിവാർ മലപ്പുറത്തെക്കുറിച്ച് നിർമ്മിച്ച പ്രചാരണത്തിൻ്റെ തുടർച്ചയാണ്. സർവ്വമത സമ്മേളനം മുന്നോട്ട് വച്ച മഹത്തായ സാഹോദര്യ സന്ദേശത്തെ തന്നെയാണ് ഇതിലൂടെ വെള്ളാപ്പള്ളി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. 2015 കോഴിക്കോട് മാൻഹോൾ അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട നൗഷാദിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതിനെതിരെ അദ്ദേഹം വർഗീയമായ വിമർശനം നടത്തിയത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തെ ശ്രീനാരായണീയർ അവജ്ഞയോടെ തള്ളുമെന്നായിരുന്നു അന്ന് പ്രതിപക്ഷത്തായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്. വർഗീയത ഇളക്കിവിടാനുള്ള നീക്കത്തെ
മതനിരപേക്ഷ സമൂഹം തള്ളുമെന്നും അദ്ദേഹം അന്ന് കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയുടെ വർഗീയ വിഷം ചീറ്റലിനെതിരെ ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ ആ കേസ് എവിടെ എത്തിയെന്നറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോടതികൾ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചവരിൽ ഒരാളും വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധവും ക്രൈസ്തവ വിരുദ്ധവുമായ നിരവധി പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇതിനെയെല്ലാം ഏറ്റെടുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തത് സംഘപരിവാർ സംഘടനകളായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ കാർമ്മികത്വത്തിൽ രൂപം കൊണ്ടതും മകൻ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്നതുമായ BDJS എന്ന പാർട്ടി NDAയിൽ ഇപ്പോഴും ഘടകകക്ഷിയാണ്. പറഞ്ഞു വന്നത്, വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു കാലമായി നടത്തുന്നത് മുസ്ലിം ലീഗിനെതിരായ വിമർശനമല്ല, മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വയ്ക്കുന്ന വിദ്വേഷ പ്രചാരണമാണ്. മുസ്ലിം ലീഗല്ല, മുസ്ലിങ്ങളും മലപ്പുറവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. മുസ്ലിം സമുദായ നേതാക്കന്മാർക്കെതിരെയും അദ്ദേഹം നിരവധി പരാമർശങ്ങൾ നടത്തി. ഇതൊന്നും ശ്രീനാരായണ ഗുരുവോ പിൽക്കാലത്തെ SNDP യോഗ നേതാക്കളോ ഉയർത്തിപ്പിടിച്ച സഹോദര്യത്തിൻ്റെയോ സമുദായ സൗഹാർദ്ദത്തിൻ്റെയോ പാതയല്ല. അപരമത വിദ്വേഷമെന്ന അപകടകരമായ പാതയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക ദലിത് വിഭാഗങ്ങളും ഒന്നിച്ച സംവരണ സമുദായ മുന്നണിയിൽ നിന്ന് വഴിതെറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ വിദ്വേഷ പ്രചാരണത്തിൻ്റെ പാത തിരഞ്ഞെടുത്തത്. നിർഭാഗ്യകരമായ ഒരു വഴിമാറ്റമാണിത്. വർഗീയ പ്രചാരണത്തിൻ്റെ പേരിൽ മുമ്പ് വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന നായകനായി കൊണ്ടു നടക്കുന്നതും പുകഴ്ത്തുന്നതുമാണ് അതിനേക്കാൾ നിർഭാഗ്യകരം. ആഗോള അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി എത്തിയത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു. വർഗീയ വിദ്വേഷവും ഹിന്ദുത്വ രാഷ്ട്രീയം പ്രചരിപ്പിക്കുമ്പോഴും അദ്ദേഹം കേരളത്തിൽ പിന്തുണയ്ക്കുന്നത് പിണറായി സർക്കാരിനെയാണ് എന്നതാണ് അതിന് കാരണം. ആലപ്പുഴയിൽ നടന്ന പത്രസമ്മേളനത്തിലും പിണറായി വിജയൻ 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധങ്ങളും LDFൻ്റെ പരാജയത്തിന് കാരണമാണെന്ന വിമർശനങ്ങളും മുന്നണിക്കുള്ളിലുണ്ട്. അത് തിരുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് CPMഉം LDFുമാണ്. ഏതായാലും ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ പദവിയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നിലപാടുകൾ തിരുത്തുന്നത് ഉചിതമായിരിക്കും. താൻ പിന്തുടരുന്നത് നാരായണ ഗുരുവിൻ്റെ പാതയാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അനിവാര്യമാണ്. അപരവിദ്വേഷത്തിൻ്റേതല്ല, അപരപ്രിയത്തിൻ്റെയും സോദരത്വത്തിൻ്റെയും പാതയാണ് ഗുരുവിൻ്റേത്. ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത മാതൃകാസ്ഥാനമെന്ന ഗുരുവിൻ്റെ സ്വപ്നത്തെയാണ് SNDP യോഗ നേതൃത്വം പിന്തുടരേണ്ടത്. ഇതര സമുദായങ്ങളുമായി സാഹോദര്യവും സൗഹാർദ്ദവും പുലർത്താൻ കഴിയണം. വെള്ളാപ്പള്ളി നടേശന് അത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി.